നല്ല നല്ല ഫിലിമാണ്. നല്ല സ്റ്റോറി ടെല്ലിംഗ് ആണ്. എനിക്ക് സ്റ്റോറി ഇഷ്ടമായി. അത് എഴുതിയത് എൻ്റെ സീനിയറായിട്ടുള്ള അബിൻ ജോസഫാണ്. എൻ്റെ കോളേജിൽ സീനിയറായിട്ട് പഠിച്ചാണ്. ഐ എം റിയലി പ്രൗഡ് ഓഫ് ഹിം. ഹിസ് ഫേസ്റ്റ് ഫിലിമാണ്. നല്ല നല്ല സ്റ്റോറികൾ ഇതുപോലെ വരട്ടെ അല്ലേ. അതെ 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 ഐ തിങ്ക് ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ആണെങ്കിൽ ഇറ്റ്സ് ഗംഭീരം, അല്ലെങ്കിലും നല്ല റൈറ്റിംഗ് ആണോ. അപ്പോൾ പിന്നെ അതെ അതെ അപ്പോൾ നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു കഥ തന്നെയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്നിട്ട് കാണും. ഈ ഓൾറെഡി ഡിഡ് ഗ്രേറ്റ് ഫിലിംസ്, അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. എല്ലാം മാസ്റ്റർ പീസ് ആവട്ടെ. അവർക്ക് നീതി കിട്ടാൻ എന്തെങ്കിലും ഒരു സ്കോപ്പ് ഈ മൂവി ഇറങ്ങുന്നതിലൂടെ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങളുടെ ഫുൾ നരിവേട്ട ടീമിനെ സംബന്ധിച്ച് അതൊരു വലിയൊരു സന്തോഷമാണ്. കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ എൻ്റെ മാത്രം എഫോർട്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എന്നെ ഇപ്പോൾ ലാംഗ്വേജ് പഠിപ്പിക്കാനാണെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് ട്രൈബിലെ സഹോദരങ്ങളുണ്ടായിരുന്നു, പ്രസാദേട്ടൻ, അങ്ങനെ കുറേ പേര്. പിന്നെ ഈ ക്യാരക്ടർ ചെയ്യാനാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ഗുരു, എൻ്റെ ചീഫ് അസോസിയേറ്റ് സാറാണെങ്കിലും ഇതുപോലെ നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരികയും, അതുപോലെ ഒരു ആർട്ടിസ്റ്റിനെ ഏറ്റവും കൂളാക്കി വെക്കാൻ കഴിയാന്നുള്ള ഒരു ഡയറക്ടറിന് ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഞാൻ കാണും. അപ്പോൾ ആസ് ആൻ ആർട്ടിസ്റ്റ് അനുരാജ് നമുക്ക് നല്ലൊരു സ്പേസ് തന്നിട്ടുണ്ട്, നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു സ്പേസ് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് സപ്പോർട്ട് കിട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്കോട് നമ്മുടെ ബെസ്റ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ബെസ്റ്റ് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ആക്ച്വലി നമ്മൾ രാവുള ഭാഷയാണ് ആദ്യം യൂസ് ചെയ്യാനിരുന്നത്. ഇപ്പം നമ്മൾ വെച്ചാൽ പണിയാ ഭാഷയാണ്, പണിയാ സ്ലാങ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ കൂടെ അഭിനയിച്ച സഹോദരങ്ങൾ സംസാരിക്കുന്നതും പണിയാ സ്ലാങ്ങാണ്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നതും പണിയാ സ്ലാങ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പണിയാ ഭാഷയാണ് നമ്മളിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ നമ്മൾ പല ഇതും കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ലൈക്ക് അത് എന്താ എനിക്കറിയില്ല എന്താ പറയേണ്ടത്. എന്തായാലും പ്രേക്ഷകർ കാണട്ടെ, കണ്ടിട്ട് അവർ പറയട്ടെ. താങ്ക് യു. എന്തായാലും സിനിമ കാണുക, കണ്ടിട്ട് എക്സ്പീരിയൻസ് ഞാൻ പറയുന്നതിനേക്കാളും ചേട്ടൻ ഷെയർ ചെയ്ത് നാട്ടിലേക്ക് എത്തിക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. നരിവേട്ടൻ എന്നും എനിക്ക് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഒരുപാട് വർഷത്തെ കഷ്ടപ്പാടിന് ശേഷം ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റുന്നു. അനുരാജ് ചേട്ടനെ ഞാൻ ഈ ഒരു സ്ഥലത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇന്ത്യൻ സിനിമാ കമ്പനിക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ടോട്ടൽ നരിവേട്ട ടെക്നീഷ്യൻസിനും ഞാൻ ഈ ഒരു സ്ഥലത്ത് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ജനങ്ങളിലേക്ക് ഈ സിനിമ നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇനി കൂടുതൽ വൈഡായിട്ട് എത്തിക്കാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായം വേണം. സോ താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഒരു കഥ, ഒരു ക്യാരക്ടറിനെ ഫോളോ ചെയ്ത് പോകുന്ന ഒരു കഥ, അതിന് ഇടയിലുണ്ടാകുന്ന കുറേ സംഭവങ്ങൾ, അത് വളരെ നീറ്റായിട്ട് പറയാനാണ് ശ്രമിച്ചത്. അപ്പം അത് പ്രേക്ഷകർ കണക്റ്റായി എന്നുള്ളതിൽ വളരെ സന്തോഷമുണ്ട്. കുറേ കൂടെ ഇമോഷണലായൊരു സിനിമയാണ്, ഇൻറ്റൻസായ ഇമോഷൻ പിടിക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം. ഇത്തരം റിയൽ സ്റ്റോറീസ്, അതും സമരമായി ബന്ധപ്പെട്ട സ്റ്റോറീസ് എഴുതി അത് വലിപ്പിക്കുക എന്നുള്ള കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ്. എന്തായാലും സാറിന് ഇത് എഴുതുമ്പോൾ മനസ്സിലെന്താണ്? റിയൽ സ്റ്റോറീസ് അല്ല, ഈ റിയൽ സ്റ്റോറീസിൽ നിന്നോ അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ചരിത്രത്തിൽ നിന്നോ ഇൻസ്പയർഡാണ്. ഇതിൻ്റെ മെയിൻ പ്ലോട്ട് പോയിന്റുകളോ ഒന്നും റിയൽ അല്ല, അതെല്ലാം ഫിക്ഷൻ തന്നെയാണ്. പക്ഷേ നമ്മളെ അതിലേക്ക് ഇൻസ്പയർ ചെയ്തത് ഈ പറയുന്നത് പോലെ കുറേ ഇവൻറ്റുകളും സമരങ്ങളും ഒക്കെയാണ്. ഇല്ല, അല്ല അങ്ങനെയല്ല. അതായത് നമ്മൾ ഇപ്പോൾ ഒരു സമരം അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമരമാണ്. അങ്ങനെ ഒരു സമരം ശരിക്കും നടന്നിട്ടില്ല റിയലി. അപ്പം ആ സമരം കൂടുതൽ ആളുകളിലേക്ക് കണക്ട് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറേ കൂടെ ആളുകൾക്ക് പരിചിതമുള്ള ചില മുഖങ്ങളെ പോലെ തോന്നിപ്പിക്കുന്ന കഥാപാത്രങ്ങളെ കൊണ്ടുവരും. അതേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. ആളുകൾക്ക് കുറച്ചും കൂടെ കണക്ട് ചെയ്യാൻ, റിലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആ നിലയിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ മറ്റ് യഥാർത്ഥ ചരിത്ര സംഭവങ്ങളൊന്നും അതേപോലെ എടുത്തിട്ടില്ല. അത് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഈ കഥ ഉണ്ടാക്കാൻ വേണ്ടി. ഈ കഥ പൂർണ്ണമായിട്ടും ഫിക്ഷൻ തന്നെയാണ്. അതെ. അതൊക്കെ നമ്മൾ പ്രേക്ഷകർക്കും സമൂഹത്തിന് വിട്ടുകൊടുക്കുകയാണ്. അത് പ്രേക്ഷകർ സിനിമ കണ്ട് വിലയിരുത്തട്ടെ. സൊസൈറ്റി എന്തെങ്കിലും
പ്രോഗ്രസീവായ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സംഭവിക്കട്ടെ. KL 17